എല്ലാ കുട്ടികൾക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ് അകാൽ ഓർ ഉസ്കെ ബാദ്. നിങ്ങൾക്കറിയാമല്ലോ ക്ഷാമത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നതും ജീവിച്ചു വന്നതും എല്ലാം നല്ലൊരു കാലഘട്ടത്തിലാണ്. എന്നാൽ നമ്മൾ ഈ ഒരു കൊറോണ ആയതുകൊണ്ട് ഒരു കാലഘട്ടമായ സമയത്ത് നമുക്ക് കുറച്ചൊരു വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ദയനീയമായൊരവസ്ഥയാണ് ക്ഷാമകാലം എന്ന് പറഞ്ഞാൽ, അല്ലേ? ഭക്ഷണം കഴിക്കാനില്ലാത്തൊരവസ്ഥ. വേണ്ടാഞ്ഞിട്ടല്ല, ഇല്ല. എന്ത് കിട്ടിയാലും കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്തില്ല, നമുക്ക് കഴിക്കാൻ ഇല്ല, ഒരു സാധനവും ഇല്ല, ഇവിടെ നിന്നൊന്നും കഴിക്കാനില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം, അതാണ് ക്ഷാമം. ആ ക്ഷാമകാലത്ത് ഒരുപാട് വിഷമങ്ങളൊക്കെ നിങ്ങളുടെ പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റും. അവരെക്കാൾ ഒരുപാട് പണ്ട് കാലത്തുള്ള ആളുകളൊക്കെ ക്ഷാമകാലത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റൂലേ. നമ്മൾ പറയുന്നത് ഇന്ന് ദോശയാണ്, നാളെ ഇഡ്ഡലി വേണ്ട, ദോശ വേണ്ട, പുട്ട് വേണ്ട, ഒന്നും വേണ്ട, ഒക്കെ ഒന്നും കഴിക്കുന്നല്ലേ എന്ന് പറയാറില്ലേ വീട്ടിൽ നിന്ന്. ഇത് വെടിക്കറി ഇന്നലെ കൂട്ടിയ കറി എന്നേക്ക് വേണ്ട, അല്ലേ? നമ്മളെല്ലാവരും, ഞാനടക്കമുള്ള ആളുകൾ അങ്ങനെ പറയുന്നവരാണ്. പക്ഷേ പണ്ടുള്ള ഈ ക്ഷാമകാലത്ത് ഒന്നും വേണ്ട, ഒരു വെറും കഞ്ഞീൻ്റെ വെള്ളം കിട്ടിയാലും കുടിക്കാൻ ആയിരുന്നു, അല്ലേ? എന്ത് വേണ്ട, എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു, പച്ചവെള്ളമെങ്കിലും കുടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നൊരു അവസ്ഥയിലേക്ക് വരുന്നൊരു കാലഘട്ടം, അതായിരുന്നു ക്ഷാമകാലം, അല്ലേ? അത് എനിക്കോ നിങ്ങൾക്കോ പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളിന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ വേസ്റ്റ് കളയുക ചെയ്യല്ലേ. പണ്ടൊക്കെ നമ്മൾ റോഡിൻ്റെ സൈഡിലും അവിടെയും ഇവിടെ പണ്ട് ഒരുപാട് കുട്ടികൾ ഇച്ചിരി കഴിക്കാൻ വരുന്നവർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, നായകളും ഒക്കെ ഉണ്ട്. ഇപ്പം അതൊക്കെ പോയി. മൃഗങ്ങൾ പോലും ഇച്ചിരി കഴിക്കാൻ വരാത്തൊരവസ്ഥയിലേക്ക് മാറിയില്ലേ. അവയ്ക്ക് പോലും നല്ല ഭക്ഷണം അത് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കുന്ന രീതിയൊക്കെ മാറി. ഇപ്പം അവയ്ക്കായിട്ട് വേറെ ഫുഡുകൾ തന്നെ ഉണ്ട് കൊടുക്കാനൊക്കെ, അല്ലേ? അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും ഒക്കെ കടന്നു പോണത്. അപ്പം നമ്മളെ ആ പണ്ടത്തെ ഒരു ക്ഷാമകാലത്തെക്കുറിച്ചൊരു അവസ്ഥയാണ് നാഗാർജുൻജി നമ്മോട് മനോഹരമായ രീതിയിൽ വർണ്ണിക്കുകയാണ് മക്കളെ. പിന്നെ അദ്ദേഹം ഇത് തന്നെ ആ ക്ഷാമത്തിന് ശേഷമുള്ള അവസ്ഥ, അതിനെക്കുറിച്ച് ഈ മനോഹരമായി നമ്മളെ വിഷമിക്കാത്ത രീതിയിൽ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അതായത് നമുക്ക് ദുഃഖങ്ങളും വേദനകളും വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം, പിന്നെ അത് കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷത്തിൻ്റെയും ചിരിയുടെയും ഒരു കാലഘട്ടം. അത് രണ്ടും വരുമ്പോൾ മാത്രമേ നമുക്ക് രണ്ടിൻ്റെയും വിഷമങ്ങളും വേദനകളും ഒക്കെ മനസ്സിലാവുള്ളേ. മധുരമുണ്ടെങ്കിൽ എപ്പോഴും അതിനപ്പുറത്ത് എന്തുണ്ടായിരിക്കും? കയ്പുണ്ടായിരിക്കും. അതേപോലെ നമുക്ക് കയറ്റമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഇറക്കമുണ്ടായിരിക്കും, അല്ലേ? അതേപോലെ സുഖമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടായിരിക്കും. ഈ സുഖവും ദുഃഖം എന്നൊക്കെ പറയുന്നത് നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്, അല്ലേ? ജീവിതത്തിൽ ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോവുള്ളൂ, ഇല്ല. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് എടുക്കാൻ പോണത്. പാഠത്തിൻ്റെ പേര് അകാൽ ഓർ ഉസ്കെ ബാദ്. ഇതൊരു കവിതയാണ്. ഇസ്കാ പ്രോങ്ക്തി കവിത ഹെ, ഇസ്കാ ലേഖക് നാഗാർജുൻ ജി. അപ്പോൾ നാഗാർജുൻ ജി സെ ലിഖാ ഹുവാ സുന്ദർ കവിത ഹെ അകാൽ ഓർ ഉസ്കെ ബാദ്. ക്ഷാമവും അതിനുശേഷവും, അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് 4 വരികളും പിന്നെ 4 വരികളായിട്ടുള്ളത്. ആദ്യത്തെ 4 വരി ഞാൻ വായിക്കാം, നിങ്ങളും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കണം, ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുക കേട്ടോ. കൈ ദിനോം തക് ചുൽഹ രോയ ചക്കി രഹി ഉദാസ്, കൈ ദിനോം തക് കാനി കുത്തിയ സോയി ഉസ്കെ പാസ്, കൈ ദിനോം തക് ലഗി ബീത്ത് പർ ചിപ്കലിയോം की गस्त, कई दिनों तक चूहों की भी हालत रही शिकस्त. ശ്രദ്ധിക്കുക, ഈ 4 വരി നിങ്ങൾ എല്ലാവരും വായിച്ചല്ലോ, അല്ലേ? ഈ 4 വരിയിലും നിങ്ങൾക്ക് കാണുന്ന പ്രത്യേകത എന്താണ്? ഒരേപോലെ സിമിലാരിറ്റിയുള്ള കുറച്ച് വേർഡുകൾ, ശബ്ദങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? കൈ ദിനോം തക് ചുൽഹാരോയ, കൈ ദിനോം തക് കാനി കുത്തിയ, കൈ ദിനോം തക് ലഗി ബീത്ത് പർ, കൈ ദിനോം തക് ചൂഹോം കുബി, അല്ലേ? ഇങ്ങനെ ഫസ്റ്റ് 4 വരികളിൽ നമ്മൾ പ്രത്യേകത എന്താണ്? കൈ ദിനോം തക് എന്നിങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. ഇവിടെ ഈ കൈ ദിനോം തക് എന്ന് പറയുന്നത് ക്ഷാമകാലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം കവിത. കൈ ദിനോം തക് ചുൽഹാ രോയ ചക്കി രഹി ഉദാസ്. ക്ഷാമകാലാണ്,
കൈ ദിനോം തക് ഒരുപാട് ദിവസങ്ങളായി. ചുൽഹ രോയ, ചുൽഹ പറഞ്ഞ എന്താ? ഓവൻ, അടുപ്പ്. അടുപ്പ് രോയ കരഞ്ഞു അല്ലേ? ഒരുപാട് ദിവസങ്ങളായിട്ട് അടുപ്പ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുപ്പ് പുകഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അടുപ്പ് കരയുക എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴാണ് അടുപ്പിന് സങ്കടം വരിക? നിങ്ങൾക്ക് എപ്പോഴാണ് സങ്കടം വരിക? നിങ്ങൾക്ക് വിചാരിച്ച രീതിയിലെ സാധനങ്ങൾ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴല്ലേ? അതേപോലെ ഇവിടെ അടുപ്പ് കരയുന്നു. അടുപ്പിൻ്റെ ആഗ്രഹം എന്തായിരിക്കും? എപ്പോഴും കത്തുക എന്ന്, ബേൺ ചെയ്യുക അല്ലേ? എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുക എന്നതാണ് അടുപ്പിൻ്റെ താല്പര്യം. പക്ഷേ ഇവിടെ ഏതാ കാലം? ക്ഷാമക്കാലല്ലേ? എന്തെങ്കിലും വേവിക്കാണ്ടാവോ? ഇല്ല. പാചകം ചെയ്യാൻ ഒന്നുമില്ല. അപ്പം പാചകം ചെയ്യാൻ ഇല്ലെങ്കിൽ അടുപ്പ് കത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് അടുപ്പിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കത്താൻ പറ്റുന്നില്ല. ആ വിഷമം കൊണ്ട് നമ്മുടെ അടുപ്പ് എന്ത് ചെയ്യാണ്? കരയുകയാണ്. ചുൽഹ രോയ ക്യോം കി ഉസ്കോ അപ്നെ ദായിത്വ നിഭാ നഹീ സക്താ. അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയുന്നില്ല. അടുപ്പിൻ്റെ ഉത്തരവാദിത്വം എന്താ മക്കളെ? കത്തുക, ബേൺ ചെയ്യുക അല്ലേ? അത് ചെയ്യാൻ ആർക്ക് പറ്റുന്നില്ല? അടുപ്പിന് പറ്റുന്നില്ല. അതുകൊണ്ട് അടുപ്പ് കരയുന്നു. അതേപോലെ തന്നെ ചക്കി രഹി ഉദാസ്. ചക്കി പറഞ്ഞാൽ ആട്ടുകല്ല്. നിങ്ങൾക്ക് മിക്സി മാത്രമേ പരിചയം ഉണ്ടാവില്ലേ? പഴയ തറവാട്ടിലൊക്കെ ഉണ്ടാവും ആട്ടുകല്ല്, ധാന്യങ്ങൾ അരയ്ക്കുന്ന കല്ല്. അത് നമ്മൾ എന്താ പറയുക? ആട്ടുകല്ല് എന്ന് പറയും. ഇവിടെ ചക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് ഹിന്ദിക്കാരൊക്കെയുള്ള സ്ഥലങ്ങളിൽ 2 മരത്തിൻ്റെ പലക വെച്ച് ഇങ്ങനെ തിരിക്കുന്ന കാണാം. അതിലേക്ക് ഇങ്ങനെ ധാന്യങ്ങൾ ഇട്ട് കൊടുക്കും. പഴയ ഹിന്ദി ഫിലിമിലൊക്കെ കാണാൻ പറ്റും. അതിന് അവിടെ അരക്കല്ല്. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? ചക്കി. ഈ ചക്കി രഹി ഉദാസ്, ഉദാസ് ദത്താഹേ എന്നർത്ഥം. നമ്മുടെ അരക്കല്ല് ദുഃഖിതയായിരിക്കുന്നു. എന്താ കാര്യം? അരക്കല്ലിന് അരയ്ക്കാനുള്ള ധാന്യങ്ങളില്ല. ക്ഷാമകാലം, അകാലേ, ഇസ്ലിയെ ധാന്യ നഹീ ഹേ. അകാലാണ്, ക്ഷാമാണ്. അതുകൊണ്ട് എന്തില്ല? ക്രോപ്സ്, ധാന്യങ്ങളില്ല. അപ്പോൾ ധാന്യങ്ങളില്ലാത്തപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ധാന്യങ്ങൾ പൊടിക്കാൻ പറ്റുന്നില്ല. ആ ദുഃഖം കൊണ്ട് ആര് കരയുന്നു? ആട്ടുകല്ല് കരയുന്നു. മനസ്സിലായില്ലേ? ചുൽഹ और चक्की को बहुत दुख हुआ क्योंकि उनको अपना दायित्व निभा न सकता. ചക്കിക്കും അടുപ്പിനും അത് ദുഃഖിച്ച് കരഞ്ഞും വിഷമിച്ചും ഇരിക്കുകയാണ്. കാരണം അവയ്ക്ക് അവയുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല. ക്യോംകി അകാൽ ഹേ. ഇനി അടുത്ത നോക്കാം. കൈ ദിനോം തക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്. കൈ ദിനോം തക് ഒരുപാട് ദിവസങ്ങളായിട്ട് എന്ത് ചെയ്യാണ്? കാനി കുത്തിയ, ഒറ്റക്കണ്ണുള്ള നായ. സാധാരണ ഹെൽത്തി നായല്ല. ഈ നായൻ്റെ പ്രത്യേകത എന്താണ്? നായയ്ക്ക് ഒരു കണ്ണ് മാത്രമേയുള്ളൂ. ഒറ്റക്കണ്ണുള്ള നായ. നായല്ല, പട്ടിയാണ്. കുത്തായാണ് നായ. കുത്തിയ പറഞ്ഞാൽ എന്താ? പട്ടി അല്ലേ? പട്ടി. അപ്പം അതെന്ത് ചെയ്യുന്നുണ്ട്? കാനി കുത്തിയ സോയി ഉൻകെ പാസ്, ഉറങ്ങുകയാണ്. ഉൻകെ പാസ്, കിൻകെ പാസ്, ഈ അടുപ്പിൻ്റെയും അരക്കല്ലിൻ്റെയും അടുത്ത് നായ കിടന്ന് ഉറങ്ങുകയാണ്. നമ്മൾ ആരെങ്കിലും നായനെ അടുപ്പിക്കോ? അരയ്ക്കുന്ന കല്ലിൻ്റെ അടുത്ത് അടുപ്പിൻ്റെ അടുത്തേക്ക് നായനെ അടുപ്പിക്കാറുണ്ടോ? ഇല്ല, ഓടിക്കൂലേ? ഭക്ഷണം പാകം ചെയ്യുക, വൃത്തി വേണ്ടല്ലേ? അപ്പം നായ അങ്ങോട്ട് വരാൻ സമ്മതിക്കൂല, നാട്ടിൽ കിടക്കൂല. പക്ഷെ അവിടെ ആരും പെരുമാറുന്നുമില്ല. അതുമല്ല, അടുപ്പിൽ തീയില്ല, അമ്മിയിൽ അരയ്ക്കുന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? നായ അതിൻ്റെ അടുത്ത് വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഇതൊക്കെ അവിടെ എന്താ സൂചിപ്പിക്കാൻ കാരണം? ക്യോംകി അകാൽക്കാ സമയേ, ക്ഷാമക്കാലമാണ്. ഇനി അടുത്ത 2 വരിയെ. കൈ ദിനോം തക് ലഗി ബീത്ത് പർ ചിപ്കലിയോം കി ഗസ്ത. കൈ ദിനോം തക് ചൂഹോം കോ ബി ഹാലത് രഹി ഷിക്സ്ത. കൈ ദിനോം തക് ലഗി ബീത്ത് പർ, ഒരുപാട് ദിവസങ്ങളായി. ബീത്ത് പർ, ബീത്ത് പറഞ്ഞാൽ എന്താ? ചുമര്, വാൾ അല്ലേ? ദീവാർ, ചുമരിൻ്റെ മുകളിൽ. ചിപ്കലിയോം, ചിപ്കലിയോം പറഞ്ഞാൽ എന്താ? ലിസാർഡ്സ്, പല്ലികൾ. ഗസ്ത്, ഗസ്ത് പറഞ്ഞാൽ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക, ഉലാത്തുക അല്ലേ?
അവരങ്ങോട്ടും ഇങ്ങോട്ടും ഗസ്ത് ലഗി ഹേ ഉലാത്തുന്നു. അല്ലേ? പല്ലികൾ എന്ത് ചെയ്യാണ്? ചുമരിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ക്യോം കി അകാൽ ഹേ, ക്ഷാമാണ്, ഒന്നും കിട്ടാനില്ല. അല്ലേ? ആരും മര്യാദയ്ക്കൊന്നും കഴിക്കാനൊന്നും ഇവയ്ക്ക് കഴിക്കാൻ എന്താ? പ്രാണികളും പല്ലികളൊക്കെയാണ്. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമരിൻ്റെ മുകളിൽ കൂടി എന്ത് ചെയ്യാണ്? ഒന്നും കിട്ടാതെ നടക്കുന്നു. കൈ ദിനോം തക് ലഗി ബീത്ത് പർ ചിപ്കലിയോം കി ഗസ്ത്, ഒരുപാട് ദിവസങ്ങൾ വരെ ചുമരിൻ്റെ മുകളിൽ കൂടെ പല്ലികൾ എന്ത് ചെയ്യാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കുന്നു. പിന്നെ കൈ ദിനോക്ക ചൂഹോം കി ബി ഹാലത് രഹി ഷിക്സ്ത്, ഒരുപാട് ദിവസങ്ങളായി ചൂഹോം കോബി, ചൂഹ പറഞ്ഞാൽ എന്താണ്? എലികൾ. എലികളുടെ ഹാലത്ത് പറഞ്ഞാൽ എന്താണ്? അവസ്ഥ, കണ്ടീഷൻ. അതും വളരെ ഷിക്സ്ത് പറഞ്ഞാൽ എന്താണ്? വളരെ ദയനീയമാണ്. അല്ലേ? എന്തിൻ്റെ അവസ്ഥ? എലികളുടെ അവസ്ഥയും വളരെയധികം ദയനീയമാണ്. അല്ലേ? ക്യോം കി ചൂഹോം കി ഹാലത്ത് ബൗത്ത് ദയനീയേ. മനസ്സിലായില്ലേ? അപ്പം അതായത് ഇത്രയും 4 വരികൾ മനസ്സിലായല്ലോ. എന്ത് ചെയ്യാണ്? അകാൽ കെ സമയ ചുൽഖ രോയ ഓർ ചക്കി കോ ഉദാസ് രഖ ഓർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകെ പാസ് കാനി കുത്തിയ സോ രഹി ഹേ और बीत पर या दीवार पर छिपकलियों गश्त करता है और चूहों का भी हालत बहुत दयनीय है. അതായത് ഒരുപാട് ദിവസങ്ങളായിട്ട് അടുപ്പ് കത്തുന്നില്ല. അതുകൊണ്ട് ചക്കിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചക്കിയാണെങ്കിലോ ദുഃഖിതയായി നിൽക്കുകയാണ്. ഒരുപാട് ദിവസങ്ങളായിട്ട് ഒറ്റക്കനുള്ള നായ അതിൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്നുണ്ട്. അതേപോലെ ചുമരിൻ്റെ മുകളിൽ കൂടെ പല്ലികൾ ഇങ്ങനെ ഉലാത്തുക നിന്നുണ്ട്. അതുപോലെ തന്നെ ചൂഹോം കി ഹാലത്ത്, എലികളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇസ് പ്രകാർ ബഹുത് അച്ചി തരസെ, വളരെ മനോഹരമായ രീതിയിൽ നാഗാർജുൻ ജി അകാൽ കെ സമയ കെ ബാരെ മേ ബതാത്താ ഹേ.